ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഞാൻ കുറേ ദിവസമായി ഗൈസ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇതിപ്പോൾ രാവിലെ നേരത്തെ എനിക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ കാർ ഗൈസ്, CPM അല്ലെങ്കിൽ കാർ പാർക്കിംഗ് മൾട്ടിപ്ലയറിൽ ഇതാണ് എൻ്റെ ബെൻസ്. 1,10,000 റുപ്പീസായിട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആവശ്യമില്ലായിരുന്നു, തോനെ കാറുണ്ട്, BMW എടുക്കുന്നുണ്ട്, ആയാലും ഞാൻ അങ്ങനെ ചെയ്താണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് പോകും ചെയ്യാത്തവർ പെട്ടെന്ന് സബ് ചെയ്യുക. നിങ്ങളുടെ ഐഡിയ നോക്കുകയാണെങ്കിൽ നമ്മൾ ഗിവ് അവേ തരുന്നുണ്ട്. ഗിവ് അവേ പറഞ്ഞാൽ പറ്റുന്ന ഗിവ് അവേ അത് ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് എൻ്റെ കാറ്. എക്സോസ്റ്റിൻ്റെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ വേണ്ട, തീപ്പൊരിയാണ് ഗൈസ്, തീപ്പൊരി. ബട്ട് നമുക്കെന്തായാലും വണ്ടി എടുത്തിട്ട് ഒന്ന് സെയിലിൻ്റെ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം ഗൈസ്. കാരണം ഇതൊരു സിമ്പിൾ വീഡിയോ ആണ്. അങ്ങനെ ഒരു പജേറല്ലേ ഇപ്പം പോയ ആണോ ടാങ്ക് ക്രൂസറോ അറിയില്ല. ബട്ട് നമുക്കിതിനകത്ത് തൊണ്ടയ്ക്ക് വയ്യ ഗൈസ്. ലോ പവർ മോഡിലിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ശരിയാക്കി. സോ ഗൈസ്, ലോ പവർ മോഡിൽ നിന്ന് നമ്മൾ മാറ്റിയിട്ട് ഒരു മീഡിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു പവർ മോഡ് കേട്ടിട്ടുണ്ട് കേട്ടോ. അതാണ് ഇത്തിരി ചാർജ് വലിക്കത്തുള്ളൂ. ലോ ആണെങ്കിൽ നല്ലപോലെ കുറയ്ക്കും. നമുക്കെന്തായാലും റൂൾസ് ഇടാം. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് വണ്ടർ ഇൻറ്റീരിയർ കാണിച്ചതല്ല, പഴയ പെൻസിലേ കാണിച്ചു തരേണ്ട ഗീസ്. എന്തായാലും ഈസ് പോയി ഒന്നുകൂടി ചെയ്യാം. ഇതാണ് ഇൻറ്റീരിയർ. വിഷയം ആ പണ്ടത്തെ നോക്കുമ്പോൾ വലിയ പൊട്ടാച്ചാത്ത സാധനമാണ് ഗീസ്. സെറ്റിലേ നമുക്കിതും കൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഈ ഒരു വ്യൂവിലിട്ട് കൊടുത്തോളാം. ഈ സ്റ്റിയറിങ് യൂസിക്ക് അങ്ങനെ വലിയ വശമില്ല, അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ കയറ്റി ഇടിച്ചാൽ ക്ഷമിക്കണം കേട്ടോ, വശമില്ലാത്തത് കൊണ്ടാണ്. പൊട്ടാന്ന് പറയാൻ അതായത് നല്ല പതേറാണ്. അതിലിപ്പോൾ കൊണ്ട് ഞാൻ ഇടിച്ച് കയറ്റി കൊടുത്തിട്ടുണ്ടാവും. വണ്ടി ഡ്രിഫ്റ്റ് ആയോ എന്നൊക്കെ ഒരു ഡൗട്ടുണ്ട്. ബട്ട് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. സെയിം അടിച്ച് ഇനി അപ്പുറത്തെ കാട്ടിൽ പോയി കിടക്കാം ഗൈസ്. ഓക്കെ, അപ്പുറത്തെ കാട്ടിൽ നോക്കിയാൽ മതി. കാട്ടിലാണോ? ആണ് കാട്ടിലാണ്. അങ്ങനെ ഓക്കെ, ശരിയാക്കി. നമുക്ക് നിങ്ങളുടെ ജസ്റ്റ് നിങ്ങളുടെ ID അത് ജസ്റ്റ് ഒന്ന് മറന്നു പോകാനും ഗൈസ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് അടിച്ചിട്ടാൽ മതി. ലേറ്റസ്റ്റ് വേർഷൻ ആണെങ്കിൽ നിങ്ങളെ കിട്ടും, ഞാൻ സെറ്റാക്കാം. എനിക്ക് ഇതിലാണ് ഇട്ട് ഓടിക്കാൻ ഗൈസ് നല്ല ഇത്. കാരണം നമ്മൾ കാറിങ്ങനെ ഒരുത്തിന് കൊടുത്തു. അപ്പോൾ ഒരാൾക്ക് സിവിക്കാണ് കൊടുത്തത് ഞാൻ ഗൈസ്. ഹോണ്ട സിവിക്കിൻ പുതിയ ജനറേഷൻ കൊടുത്തു. അപ്പോൾ അത് ഞാൻ ഓടിച്ചതെന്ന് വെച്ചാൽ കുറച്ച് ഓടിച്ചിട്ടില്ല, അങ്ങനെ വലുതായിട്ട് ഓടിയിട്ടില്ല സാധനം. പിന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ കടന്നിട്ട് നശിക്കണേ പറഞ്ഞിട്ട് കൊടുത്താണ്. അത് ഞാൻ അത്രയ്ക്ക് ഓടിച്ചിട്ടില്ല ഗൈസ്. പക്ഷേ ഞാൻ ആദ്യം എൻ്റെ പുതിയ അക്കൗണ്ടിലെടുത്ത ഒരു വണ്ടി അത് തന്നെയാണ്. എൻ്റെ പഴയ അക്കൗണ്ട് അടിച്ചു പോയി ഗൈസ്. വേറെ ഒന്നുമില്ല, റിക്കവർ ചെയ്യാനായിട്ടൊന്നും ഞാൻ സെറ്റ് ചെയ്തില്ല. റിക്കവർ കൊടുത്ത് ഇമെയിൽ തെറ്റി, എല്ലാം തെറ്റി, അങ്ങനെ പോയി ഗൈസ് എല്ലാം. അതുകൊണ്ട് പക്ഷേ പുതിയ അക്കൗണ്ടിൽ അത്യാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് പുതിയ അക്കൗണ്ടിലുള്ള ഗെയിം അൺഇൻസ്റ്റാൾ ആയിപ്പോയി. ബട്ട് ഇമെയിലൊക്കെ സെറ്റാക്കിയത് കൊണ്ട് കിട്ടി എല്ലാ കാറും. അപ്പോൾ ഇനി നമുക്കിതങ്ങനെ തിരിക്കുമ്പോഴേ സ്റ്റിയറിങ്ങിൻ്റെ ഈ ടോപ്പിൽ നിന്ന് തിരിക്കുമ്പോഴാണ് ഈ ഇത്തിരിയെങ്കിലും കൺട്രോൾ കിട്ടുന്നത്. കൂടുതലും കേട്ടോ, ടോപ്പിൽ നിന്ന് തിരിക്കുമ്പോഴാണ് അതൊരു വൈബാണ് ഗൈസ്. ഞാൻ ഈ പണ്ട് തൊട്ടേ മറ്റിങ്ങനെ ലെഫ്റ്റ് റൈറ്റിലുള്ള ബട്ടൺസ് യൂസ് ചെയ്തിട്ട് ഇപ്പം ഇങ്ങനെ പറ്റുന്നില്ല. എൻ്റെ കാറിൻ്റെ ബാക്കിൽ കണ്ട ഡ്രിഫ്റ്റിങ്ങെന്നൊക്കെ അടിച്ചിട്ടുണ്ട് ഗൈസ്. ഒരു നീഞ്ചൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. പൊട്ടിയിട്ടുണ്ട് കേട്ടോ, അത് വേറെ വശം. ഓക്കെ, മലയാളി എന്തൊക്കെയോ അവന്മാരുടെ പാടായി ഗൈസ്. നമുക്ക് നമ്മുടെ പണി നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ഇങ്ങനെ തിരിച്ച് വണ്ടി പോയി. എൻജിൻ ഓഫാണ് ഗൈസ്. ഫസ്റ്റ് എന്താ അവന്മാരിവിടെ പറയണെന്നാവും ഗൈസ്. എന്തില്ല
കാറില്ല എന്നാണോ അതോ പൈസ ഇല്ലാന്നോ എന്തോ നാടല്ലേ അവന്മാരൊക്കെ പറയുന്നത് ഗൈസ്. എന്തായാലും ഞാൻ വണ്ടി നല്ലപോലെ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്പർ പ്ലേറ്റൊക്കെ ഡ്രിഫ്റ്റിങ് അപ്രൂവ്ഡ് എന്നൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ. പക്ഷേ ഒരു കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തിട്ട് ഓടിച്ചിട്ട് പോവാം. വണ്ടി തിരിഞ്ഞ് പോവണ്ടി വണ്ടി ഇനി ഇപ്പുറത്തേക്ക് തിരിയട്ടെ. ഇനി ബ്രേക്ക് ഓടിച്ചാൽ അടിച്ച് എഞ്ചിൻ. അയ്യോ ഗൈസ്, ഇത് ഈ എഞ്ചിൻ ഓഫായ ന്യൂട്രലിടാമല്ലേ? ന്യൂട്രലിട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എഞ്ചിൻ ഏകദേശം ഓഫായ പോലെ തന്നെ അല്ലേ? ഞാൻ സൗണ്ട് ഓഫ് ചെയ്തിട്ടു ഗൈസ്, അതുകൊണ്ട് മറ്റേ ഇത് കിട്ടുന്നില്ല ഗൈസ്. സൗണ്ടയുടെ മറ്റേ ടർബോണത് സംഭവമില്ലേ, അത് അടിക്കുന്നുണ്ട്. പക്ഷേ ഇതില്ല. ഞാൻ സൗണ്ട് എനിക്ക് കേൾക്കാൻ കൂട്ടിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതന്നെ കാര്യം. സ്റ്റിയറിങ് എന്താ ഗൈസ് ആവാത്തേ? ശരി ഗൈസ്, സ്റ്റിയറിങ് ആയില്ല ഗൈസ്. അവിടെ എന്ത് സംഭവം ഐ ഡോണ്ട് നോ ഗൈസ്. പക്ഷേ വണ്ടി അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട്. കയറാൻ കുറച്ചാ ഗൈസ്, എയറോപ്ലെയിൻ അല്ലേ ഇപ്പം കണ്ടേ? അയ്യോ, എയറോപ്ലെയിൻ പോലെ ഇപ്പോൾ പോയേനെ ഗൈസ്. നമുക്കെന്തായാലും നേരെ ലക്കടിയാണോ അവർ പറഞ്ഞത്? എന്തായാലും ഒരു തോനെ ഇവിടെ ഡ്രിഫ്റ്റ് അടിക്കുന്നുണ്ട്. നമുക്കൊന്ന് ഡ്രിഫ്റ്റ് അടിച്ചേക്കാം. ഓക്കെ, ഡ്രിഫ്റ്റ് ചെയ്യുന്നില്ല ഇടിച്ച് അല്ല പേരൊക്കെ ഈ വണ്ടിക്ക് ഇട്ടാൽ പിന്നെ ഡ്രിഫ്റ്റ് അടിക്കാതെ അവിടെ മൂലയ്ക്ക് പോയിട്ട് ഇങ്ങനെ റേസൊന്നും ചെയ്യാതെ ഉണ്ടായിരിക്കാനാണോ അല്ലേ? കണ്ടാ നല്ല തീപ്പൊരു ഡ്രിഫ്റ്റിംഗ് ആണ് ഗൈസ് വണ്ടി. അത്രേ ഉള്ളൂ നമ്മുടെ വണ്ടി. ചെക്കൻ പ്യവറാണ് ഗൈസ്. കണ്ട സ്റ്റിയറിങ് എത്ര തിരിച്ചാലും തിരിയില്ല, കാരണം അങ്ങനെ സ്റ്റക്കാണ് ചെക്കൻ. ഓഹ് ഗൈസ്, വണ്ടി സെറ്റാട്ടാ. തീപ്പൊരു സാധനമാണ്. നിങ്ങൾക്ക് ആ എക്സോസ്റ്റൊക്കെ അങ്ങനെ കത്തി ഒരു സൂപ്പർ സ്റ്റൈലാണ് ഗൈസ്. ഞാൻ പ്ലാൻ ചെയ്യുന്ന ഒരു സൂപ്പർ തരാനാണ്. ഏത് സൂപ്പറാണെന്ന് നിങ്ങൾ ചോദിക്കുക. വല്ല പഴയ പാട്ടണ്ടിയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം അങ്ങനെയൊന്നും വിചാരിക്കില്ല ഗൈസ്. പാട്ടവണ്ടിയൊക്കെ തരുമോ? അതുക്കും പാട്ട പോലെ ഞാൻ തരാം. ചോദിച്ചാൽ തരാം കേട്ടോ പാട്ടവണ്ടി. എൻ്റെ അടുത്ത് ആദ്യമൊക്കെ തന്നെ പാട്ടവണ്ടി ഉണ്ടായിരുന്നു ഗൈസ്. അതാണ് സംഭവം. ഡ്രിഫ്റ്റ് അടിപൊളി ഡ്രിഫ്റ്റ് അടി, ഒന്നും പറയില്ല. ചകചല്ല് ഡ്രിഫ്റ്റ് അടി. എനിക്ക് പണ്ട് തൊട്ടല്ല ഒരു ശീലമാണ് ഗൈസ് ഡ്രിഫ്റ്റ് അടിയാണ്. മാറിയാ തോന്നണം. ഇല്ല, വണ്ടിയുടെ ഓലം പോയി ഗൈസ്. ഈ വണ്ടി ഇങ്ങനെ അല്ല ഗൈസ് ഉണ്ടായിരുന്നത്. ഒരു ചുവന്ന കളർ വണ്ടിയാണ് ഉണ്ടായിരുന്നത്. അതിനിങ്ങനെ ഡ്രിഫ്റ്റും എൻജിനൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് അപ്പെല്ലാം പൈസ കൊണ്ട് അങ്ങനെ അപ്ഗ്രേഡ് ചെയ്തതാണ് കേട്ടാ. 10,000 ഒരു മുകളിൽ എൻജിനൊക്കെ വെച്ചിട്ട്. പക്ഷേ ഈ വണ്ടിക്ക് സോണി എൻജിൻ പാക്ക് ഉണ്ട് എന്ന് തോന്നുന്നു. ഞാൻ ഏതൊരു വണ്ടിക്ക് തോന്നുന്നു എൻജിൻ പാക്ക് ഉണ്ട് എൻ്റെ കയ്യിൽ വാങ്ങിച്ചിട്ടുള്ള ഏതൊരു വണ്ടിക്ക്. ഇതിന് തന്നെ ആവണം മിക്കവാറും. ലേറ്റസ്റ്റ് ആയിട്ട് ഇതാണ് ഈ വാങ്ങിച്ചത്, അതാണ്. എന്തായാലും നമുക്ക് ഓക്കെ ഗൈസ്, നമ്മൾ ഇനി എന്തായാലും ഒന്ന് കാർ സെല്ലിങ്ങിൻ്റെ അവിടെ വരെ പോകണം. നമ്മൾ വീടിൻ്റെ തുടക്കത്ത് പറഞ്ഞ പോലെ കാർ സെല്ലിങ് അവിടെ ഇതെന്തിങ്ങനെ ലാഗ് 60 hours സെല്ലിങ് BMW M7 എന്താട്ടെ ഇതെന്താ ഗൈസ് ലാഗ്. നമുക്ക് എന്തെങ്കിലും പ്രോ ഗെയിമിങ് ഓടിക്കണം, അതിന് നല്ല പവർ കിട്ടും. ഇത് പിന്നെ ഗെയിം കളിക്കാൻ അത്യാവശ്യം നല്ല ഫോണാണ് ഗൈസ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. പണ്ട് നല്ല സ്മൂത്തായിട്ട് വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഏറ്റവും കുഴപ്പമില്ല ഇപ്പോൾ വണ്ടിക്ക്. നിനക്കെന്ത് വേണടാ? ഇല്ല, പിന്നെ ഒരുത്തം ബെൻസായിട്ടൊക്കെ വന്നിരിക്കണം. ബെൻസിൻ്റെ ലോഗോ പോലെ ഒരു കോപ്പി സാധനം. സൗണ്ട് കേൾപ്പിച്ച് കൊടുക്കട്ടെ ഗൈസ്. ഞാൻ 5-6 സൗണ്ട് ചേർത്താ കളി. നമുക്ക് റിവേഴ്സ് ഇടാം, എന്നിട്ട്
നമുക്ക് മെനുക്കൊന്നും വേണം, ബിക്കോസ് നമ്മുടെ ഗിവ് അവേ കാറും എൻ്റെ കാറുകളും കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. സോ ഇതാണ് ഗീസ്, ഞാൻ ഡ്രൈവർ റാങ്കിലാണ് നിൽക്കുന്നത്. ഡ്രിഫ്റ്റിങ് എന്താ ആട്ടെ കണ്ടിന്യൂസ്ലി എന്നൊക്കെ എഴുതിയിട്ട് ഇങ്ങനെയൊക്കെ വന്ന് കിടക്കണ്ട്. ഓക്കെ, എൻ്റെ കയ്യിൽ 27,000 ഇത്രയൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഗീസ് എൻ്റെ കാറ്. ഒരു BMW തൊട്ട് ഏതൊക്കെയോ കാറുകളുണ്ട്. ആ കാറുകളുടെ പേര് എനിക്കറിയില്ല. ഇത് BMW M3 ആണ് തോന്നുന്നു, എനിക്കറിയില്ല. ഇത് കണ്ടോ, ഇത് ഞാൻ ആദ്യം ഒക്കെ അങ്ങനെ വന്നപ്പോൾ എടുത്തൊരു വണ്ടി. എന്നുവെച്ചാൽ ആദ്യം ഞാൻ ഈ ഡ്രിഫ്റ്റ് അടിക്കാനായിട്ട് അങ്ങനെ ഒരു ഡ്രിഫ്റ്റിൻ്റെ ഒരു ഇതൊക്കെ കിട്ടണമല്ലോ, അതിന് വേണ്ടി വാങ്ങിച്ചൊരു വണ്ടിയാണത്. പിന്നെ ഇതാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യണ വണ്ടി. ഇത് നമ്മുടെ ലെക്സസ് കുട്ടൻ. ഇവനെ ഞാൻ ഒന്നും കൂടി മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് ഇങ്ങനെ ഇപ്പോൾ ഓഫ് റോഡൊക്കെ പോയി ഇങ്ങനെ സെറ്റ് ചെയ്താൽ. BMW ആണ് വിത്ത് കാർബൺ ഫൈബർ. എന്നുവെച്ചാൽ 2 സൈഡിൽ കാർബൺ ഫൈബർ ഉണ്ട്. ഞാൻ ഫ്രണ്ടിൽ തന്നെ 2 സൈഡിൽ കേട്ടോ. ഇത് ഒരുത്തൻ എനിക്ക് സെല്ല് ചെയ്താണ് ഗൈസ്, 10,000. ഇത് വേറൊരുത്തനും. ഇത് നമ്മുടെ പ്രീമിയം ഫയർ, നമ്മുടെ ട്രിപ്പ് വാന്. പിന്നെ ഇതൊരു ലൂട്ടക്കാരനെ കുറയും. ഞാൻ ആദ്യമായിട്ട് ഈ ഗെയിമിൽ ആദ്യമൊക്കെ എൻ്റെ പഴയ അക്കൗണ്ടിൽ വന്നപ്പോൾ എടുത്തൊരു കാറാണ്. എൻ്റെ കയ്യിൽ എല്ലാ കാറും പോയപ്പോൾ അപ്പം ഞാൻ ആ കാറ് ഇതിക്ക് കൊണ്ടുവന്ന് വിട്ട ഇതിലുള്ള പല സാധനങ്ങളും ഇതിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയില്ല, ടൈമില്ല. പിന്നെ ഇത് നമ്മുടെ സെക്കൻഡ് അങ്ങനെ എന്തോ കാറുകളുണ്ട്. ഞാൻ തരാൻ ഉദ്ദേശിക്കുന്ന കാറ്, ഈ കാറ് എനിക്ക് തിരിച്ചെടുക്കണമെന്നുണ്ട്. പിന്നെ ആവാം. ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന കാർ ഈസ് സുപ്ര. അതായത് ഇത് ഈ സൂപ്പറാണ് കേസ് ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് ID നമ്മുടെ കമൻറ്റിലിട്ടാൽ നമ്മൾ തരുന്നതാണ്. ഈ വണ്ടി ഞാനും എടുക്കും, അത് വേറെ വശം. സൂപ്പർ നിങ്ങൾക്കും ആ കറുത്ത കളർ വണ്ടി ഞാനും എടുക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഈ വണ്ടി രണ്ടാളുണ്ട് അങ്ങനെ BMW ഒക്കെ. എന്തോ പ്രൈസാണെന്ന്. അപ്പോൾ ശരി ഗൈസ്.